വിവരങ്ങളെ കൊടുത്തിട്ട് സാധാരണ രീതിയിലൊക്കെ ഒരിക്കലും കണ്ടു കൊടുക്കുന്ന ആൾക്കാർക്ക് ഇന്ന് കാണുന്ന നാട്ടിൽപ്പെട്ട് കാണാത്ത രീതിയിലുള്ള കാണുന്ന വഴിയും പിള്ളേർ അന്തരീക്ഷം തന്നെ വ്യത്യസ്തമാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ മക്കളും അതെ പരമാവധി പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 10 ദിവസം ഒരു 10 ലക്ഷം ഉത്സവം അന്നദാനത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 10,000 ഇരുപതിൻ്റെ ഇടയിൽ അത് ഭക്ഷണം കഴിക്കുന്നതാണ് വിചാരിക്കുന്നത്. 1000-1500 ആളുകൾക്ക് തിരക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ അകന്നു വരുന്നവരെ അപ്പോൾ 5:30 ഒരു ചായ, 7 മണിക്ക് ഉപ്മാവ്, 9 മണിക്ക് കഞ്ഞി കൂട്ട്, 12 മണിക്ക് ഊണ്, ഒരു വൈകുന്നേരം 3 മണിക്ക് ചായ പ്രകാരം രാത്രി ഭക്ഷണം. അങ്ങനെ 16-ാം തീയതി മുതലാണ് നമ്മുടെ തിരുവാതിര മഹോത്സവം ആരംഭിക്കുന്നത്. ഇപ്പം നാളെ 14-ാം തീയതി നാളെ അവിടെ കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചടങ്ങും കൂടിയുണ്ട്. കലവറ നിറയ്ക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തജനങ്ങളും മറ്റുള്ളവരൊക്കെ കൊണ്ടുവന്ന് അവിടെ കലവറ നിറച്ച് അതും അതിനോട് മുതൽക്കൂട്ടാണ്. അപ്പോൾ ആ പരിപാടി നാളെയാണ് 14-ാം തീയതി. 16-ാം തീയതി മുതൽ ക്ഷേത്രത്തിൻ്റെ അകത്തും അതുപോലെ തന്നെ വൈകിട്ട് പുറത്തും വിവിധങ്ങളായ പരിപാടികളൊക്കെ സെറ്റപ്പായി. പട്ടിക്കാരി നിരക്കത്തിൽ